ഒരു കാരണവുമില്ലാതെ സലാം വീട്ടിയ ഉടനെ എണീറ്റു പോകുന്ന ചില ആളുകളുണ്ട്. ഞാൻ പറയുന്നത്, നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ ഒരുപാട് ദിക്റുകൾ ചൊല്ലേണ്ടതുണ്ട്. ആ ദിക്റ് ചൊല്ലിയാലുള്ള അതിന്റെ മഹാത്മ്യത്തെ കുറിച്ച്, അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് അറിയാനിട്ടാവും ചില ആളുകൾ എണീക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, നിസ്കാരത്തിൽ സലാം വീട്ടിയതിനു ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ ഉണ്ടല്ലോ, അത് പവറാണ്. അത് വലിയ പ്രതിഫലം അതിനർഹിക്കുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലിയാലുള്ള അതിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു. ആ ഇരുത്തത്തിൽ നിന്ന് തന്നെ ചൊല്ലേണ്ട ദിക്റാണ് നിസ്കാരത്തിൽ സലാം വീട്ടിയ ശേഷം. ആ ദിക്റുകളുടെ കൂട്ടത്തിൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റുകളാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് എത്ര വട്ടം? 33 വട്ടം. അൽഹംദുലില്ലാഹ് 33 വട്ടം. അല്ലാഹു അക്ബർ 33 വട്ടം. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെ 33 ഒരു തവണ നേരത്തെ ചൊല്ലിയ ദിക്റും ചൊല്ലിയാൽ 100 തവണ നമ്മൾ ദിക്റ് ചൊല്ലി. ഇവിടെ പറയുന്നത്, ഈ ഒരു ദിക്റ് നമ്മൾ നിസ്കാരത്തിൽ സലാം വീട്ടിയതിനു ശേഷം ചൊല്ലുന്ന ഈ ഒരു 33 തവണ ചൊല്ലുന്ന ഈ ദിക്റുകള്, ഇത് ആരെങ്കിലും ചൊല്ലിയാൽ കടലിലെ നുരകൾക്ക് സമാനമായ പാപങ്ങൾ ഉണ്ടെങ്കിലും അത് പൊറുക്കപ്പെടുമെന്ന് നമ്മുടെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിസ്കാരത്തിൽ സലാം വീട്ടിയതിനു ശേഷം ഈ 33 തവണ ചൊല്ലപ്പെടുന്ന ഈ ദിക്റുകൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടണമെന്ന ഏറ്റവും വലിയ ഉദ്ദേശത്തോടു കൂടെ ദിക്റുകൾ ചൊല്ലുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.